ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. പ്രഭാത വചന ധ്യാനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നവൻ മറുപടി പറഞ്ഞു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നശിപ്പിച്ച് കളയുന്ന വ്യക്തികൾ, അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത്. ആദാമിനെ ഏദേൻ തോട്ടത്തിലാക്കിയ ദൈവം അവൻ ആ അനുഗ്രഹത്തെ നഷ്ടമാക്കിയതായി നമുക്ക് വിശുദ്ധ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളാൽ മനുഷ്യൻ ജീവിതത്തിൽ ഉന്നതങ്ങളിലെത്തുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നും അവനെ ഉന്മയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ മറന്ന് മുന്നോട്ട് പോകാറുണ്ട്. അവൻ നേടിയെടുക്കുന്ന മാനവും ധനവും പ്രതാപവുമൊക്കെ അവനെ രക്ഷിക്കുമെന്ന ധാരണയിലാണ് മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാതെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഏത് ഒളിവിടങ്ങളിൽ ഒളിച്ചിരുന്നാലും നീ എവിടെ എന്നുള്ള യഹോവയാം ദൈവത്തിൻ്റെ ചോദ്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ആദ്യ പിതാവായ ആദാമിൻ്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. ആദാമിനെ സൃഷ്ടിച്ച ദൈവം അവന് വേണ്ട എല്ലാ സുഖസൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ശ്രദ്ധാലുവായിരുന്നു. അവന് തക്ക തുണയായി ഹവ്വയെ സൃഷ്ടിച്ച് അവരെ ഏദേൻ തോട്ടത്തിൽ എത്തിക്കുമ്പോൾ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം ഫലം തിന്നരുത് എന്നുള്ള ഏക നിബന്ധന മാത്രമാണ് ദൈവം അവർക്ക് നൽകിയത്. പക്ഷേ ഹവ്വ പാമ്പിൻ്റെ അഥവാ സാത്താൻ്റെ വാക്ക് അനുസരിച്ച് വൃക്ഷഫലം പറിച്ചു തിന്നു. അവൾ കൊടുത്ത വൃക്ഷഫലം ആദാമും തിന്നു. എന്നിട്ട് ദൈവം കാണാതെ ഇരിക്കുവാനായി വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. എന്നാൽ നീ എവിടെ എന്നുള്ള ദൈവത്തിൻ്റെ ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ അവരുടെ ഒളിവിടങ്ങൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് മാന്യ സഹോദരങ്ങളെ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിക്കാതെ മനസ്സിലാക്കി പ്രവർത്തിച്ച് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയ ദൈവത്തെ മറന്നാണോ നിങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത്? ദൈവത്തെ മറന്ന് നേടുന്ന സൗഭാഗ്യങ്ങളൊക്കെയും ദൈവത്തിൽ നിന്നും നിങ്ങളെ ഒളിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് ഓർക്കുമോ? താങ്കൾ ഒരിക്കൽ നീ എവിടെ എന്നുള്ള ചോദ്യത്തെ അഭിമുഖീകരിച്ച് അതിന് മറുപടി നൽകുവാൻ കഴിയാതെ വരുമ്പോൾ സൗഭാഗ്യങ്ങളിൽ നിന്നും ശാപത്തിലേക്ക് തള്ളപ്പെട്ട ഭൂമുഖത്തെ ആദ്യ കുടുംബത്തിൻ്റെ അനുഭവം നമുക്ക് ഒരു പാഠമായി തീരട്ടെ. അതുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തരുന്ന നന്മകളും അനുഗ്രഹങ്ങളും നഷ്ടമാക്കാതെ ദൈവവചനം പ്രമാണിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ടും അത് നിലനിർത്തുക. ഈ വചനം നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.